കോതമംഗലം KSRTC ഡിപ്പോയെ മാലിന്യമുക്ത ഡിപ്പോയായി പ്രഖ്യാപിച്ചു. കോതമംഗലം KSRTC ഡിപ്പോ മാലിന്യമുക്തം എന്ന പ്രഖ്യാപനം ആന്റണി ജോൺ MLA ആണ് നിർവഹിച്ചത്. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ, KA നൌഷാദ്, നിഷ ഡേവിസ്, AG ജോർജ്, സിസ്റ്റർ ആനി ജോസ്, ജയന്തി ഗണേഷ്, J നിസാമുദ്ദീൻ, അനസ് മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലല്ല, ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഇത്തരമൊരു ആശയം മുന്നോട്ട് വച്ചത് KSRTC ആണ്. അപ്പോൾ പൂർണ്ണമായ ഹരിതചട്ടം പാലിച്ചുകൊണ്ട് ഒരു ഹരിത ഡിപ്പോ എന്നുള്ള ഒരു ആശയം KSRTC മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ ഹരിത ഡിപ്പോയായി കോതമംഗലം KSRTC ഡിപ്പോയെ മാറ്റുന്നതിന് വേണ്ടി ഇവിടെ കൂട്ടായ ഇടപെടൽ നടക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്ത് വിവിധ തലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിലയിരുത്തൽ നടത്തിയതിന് ശേഷം 10ാം സ്ഥാനമാണ് കോതമംഗലം ഡിപ്പോയ്ക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ KSRTCയിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന KSRTC തന്നെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒരു ഘട്ടത്തിലാണ് ഓരോ ഡിപ്പോയിലേക്കും കടന്നു വരുമ്പോൾ നമുക്കറിയാം, മുൻകാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഓരോ ഡിപ്പോയിലെയും അടിസ്ഥാന സൗകര്യത്തിനടക്കം വലിയ മാറ്റങ്ങൾ വരികയാണ്. അപ്പോൾ ആ നിലയിൽ കോതമംഗലത്തും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. മാലിന്യമുക്ത പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ പ്രിറ്റ്സി പോൾ, PA സുനി, റഷിദ അനീഷ് എന്നിവരെ ആദരിച്ചു. ശോഭന സ്കൂൾ നടപ്പാക്കുന്ന സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടത്തി. GTV ന്യൂസ്, കോതമംഗലം.